ഹലോ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി. അപ്പോൾ നമ്മളിന്ന് കാവശ്ശേരി വീട്ടിലേക്ക് പോവാണ്. ചൊവ്വാഴ്ചയാണ് പൂരം കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ നിൽക്കണേ. അപ്പോൾ ഇതവിടെ മോനേട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂരത്തിനായിട്ട് മേടിച്ച ചെരുപ്പാണ്. ഇന്ന് തന്നെ മൂപ്പര് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ 2 ബാഗ് നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പൊന്നൂസ് ഇവിടെ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് വിമ്മർത്തിരിക്കുകയാണേ. അങ്ങനെ അത് 6 മണിയാകുമ്പോൾ തുടങ്ങി ഒരുങ്ങി 9 മണിയാകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമ്മൾ വന്നത് കാവശ്ശേരി പരിക്കേട്ടാവിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൂരത്തിന് കൂറിയിട്ട് അന്ന് മുതൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് കേട്ടോ. സാധാരണ ഇവിടുത്തെ പാടങ്ങളൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഒരു മഴ കിട്ടിയത് കാരണം പച്ചപ്പ് നല്ലോണം കാണുന്നുണ്ട്. അപ്പോഴേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടിനുള്ള പൂരപ്പറമ്പ് ഇതാ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ വർഷത്തെ പന്തൽ അത് സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെ പെയിന്റ് പണിയെല്ലാം കഴിഞ്ഞത് പൂരത്തിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ വീടും കൂടെ ഒരുങ്ങിയിരിക്കുകയാണേ. അപ്പൊ ദാ ഇപ്രാവശ്യം മോനേട്ടൻ തനിയെ തന്നെ വണ്ടിയൊക്കെ ഉള്ളിൽ കൊണ്ട് കയറ്റിട്ടോ. നമ്മുടെ അമ്മയുടെ ഒരു അനുഗ്രഹം. എന്തായാലും വന്ന ബാഗൊക്കെ ഇവിടെ വെച്ചു. അച്ഛൻ്റെ അടുത്തൊക്കെ വിശേഷം ചോദിച്ചു. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെയാണെങ്കിൽ ദോശ, സാമ്പാർ, പിന്നെ ഇഡ്ഡലിപ്പൊടിയും ചൂട് ചായയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പൂരത്തിന്റെ സ്റ്റിക്കർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാ വർഷവും പൊന്നൂസ് തന്നെയാണ് കേട്ടോ ഈ ചടങ്ങ് നിർവഹിക്കാറ്. ഈ പ്രാവശ്യം അവളെ തന്നെ ഒട്ടിച്ചു. അപ്പൊ എല്ലാരും പൂരത്തിന് നേരത്തെ എത്തുക കേട്ടോ. മാർച്ച് 31 ചൊവ്വാഴ്ച.